പരിപാടി ചെറിയൊരു ലോക്കൽ സൈറ്റ് സീയിങ് ആണ് കേട്ടോ. ലോക്കൽ പരിപാടികളും ഇവിടെ സൺഡേ മാർക്കറ്റ് ഇന്ന് ഷൂട്ട് ചെയ്യുന്ന ഒരു ദിവസം സൺഡേ ആണ്. സോ സൺഡേ മാർക്കറ്റ്, ലാൽ ചൗക്ക് ആ ഏരിയ ഒക്കെ ഒന്ന് എക്സ്പ്ലോറിങ് പരിപാടികളൊക്കെയാണ് കേട്ടോ. പിന്നെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. സോ നമ്മൾ വീണ്ടും റൂമിൻ്റെ പുറത്ത് ടാക്സി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു കേട്ടോ. ടാക്സി ഇപ്പോൾ വരും. ഗൈസ്, ഇതാണ് ടാക്സി വരുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ ഓട്ടോറിക്ഷയൊക്കെ പോലെ അല്ലേ? ഓട്ടോറിക്ഷയൊക്കെ പോലത്തെ സംഭവമാണ്. ഞാൻ ബാക്കിലിരിക്കാം. സോ നമുക്ക് നേരെ ടാക്സി കയറിയിട്ട് നമുക്ക് പയ്യെ പോവാട്ടാ. സോ ഇതാണ് ടാക്സി ഗൈസ്. സോ എത്ര രൂപ കൊടുക്കണം നമ്മൾ? 50-60 രൂപ ഉള്ളൂ അല്ലേ? 50-60 രൂപ കേട്ടോ ടാക്സി. എല്ലാവരും കയറ്റും. വഴിയിലിങ്ങനെ നിർത്തി എല്ലാവരും കയറ്റും കേട്ടോ. ഇത് നമുക്കിവിടെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഈ സാധനം പിടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 2 സ്ഥലത്തും എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. ലൊക്കേഷനിലെത്തിയിട്ടാ, ലാൽ ചൗക്ക് എന്ന് പറഞ്ഞ ലൊക്കേഷനിലെത്തി. ഇവിടെ നമ്മൾ കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട് കേട്ടോ. മെയിനായിട്ട് സൺഡേ മാർക്കറ്റാണ് കാണാനുള്ളത് കേട്ടോ. ലാൽ ചൗക്കിൽ സൺഡേ മാർക്കറ്റ് ഒന്ന് കാണുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് സൺഡേ തന്നെ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. ഗൈസ്, വീഡിയോയുടെ ഇടയിൽ ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ആരെങ്കിലും കാശ്മീർ വരുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കാശ്മീർ എത്തിയതിന് ശേഷം മലയാളി ഫുഡ് ഓർഡർ ചെയ്യണമെങ്കിലോ എന്തെങ്കിലും കാശ്മീർ എന്ത് അസിസ്റ്റൻസിനും വേണമെങ്കിൽ ഞാൻ താഴൊരു നമ്പർ കൊടുക്കാം കേട്ടോ. എന്നെ 10 ദിവസം എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയത് നമ്മുടെ ഒരു മലയാളി സുഹൃത്തായിരുന്നു. ശ്രീനഗർ ഡയറീസ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് കേട്ടോ. ഞാൻ അത്രയ്ക്കും എനിക്ക് ട്രസ്റ്റ് വർത്തി ആയതുകൊണ്ടാണ് നിങ്ങൾ ഷെയർ ചെയ്യണത്. കുറേ പേര് കുടുങ്ങിയേക്കണതും ഞാൻ കണ്ടു കേട്ടോ. ഓവർ പ്രൈസറായിട്ടും സ്കാം ചെയ്തിട്ടും ആൾക്കാർ ലൈക്ക് അങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് ചെന്ന് പോകുമ്പോൾ. സോ നിങ്ങൾ എന്തെങ്കിലും പാക്കേജ് ആവശ്യമായിട്ടോ അല്ലെങ്കിൽ ഫുഡ് കാറ്ററിംഗ് ആവശ്യമായിട്ടോ ശ്രീനഗറിലാണ് പറയണത് എത്തിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ എന്താവശ്യത്തിനും നമുക്ക് ശ്രീനഗർ ഡയറീസിനെ കോൺടാക്ട് ചെയ്യാട്ടോ. ഇതൊരു തരത്തിലുള്ള പ്രൊമോഷൻ അല്ല ഞാൻ, പക്ഷേ എനിക്കത് പറയണമെന്ന് തോന്നിയിട്ടാണ്. നമ്പർ ഞാൻ താഴെ കൊടുക്കാം അല്ലെങ്കിൽ സ്ക്രീനിലും കൊടുക്കാം കേട്ടോ. ഇതാണ് സൺഡേ മാർക്കറ്റ് ഏരിയ വരുന്നത് കേട്ടോ. അതല്ല ടവർ വരുന്നത്, ആ കാണുന്നത് ഇവിടുത്തെ മെയിൻ ടവർ. നല്ല തിരക്കുണ്ടല്ലേ? പോക്കറ്റൊക്കെ ഉണ്ടോ അവിടെ? ഉണ്ടാവോ? ശ്രദ്ധിക്കണല്ലോ അപ്പോൾ. സോ മാർക്കറ്റ് ഏരിയയിലേക്ക് വന്നിരിക്കട്ടോ. ഞാൻ ഒന്നുകൂടി ആ ടവറിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഞാൻ കാട്ടിത്തരാം കേട്ടോ മാർക്കറ്റ് ഏരിയയിലത്തെ വിശേഷങ്ങളും. ഇവിടെ വാൾനട്ടൊക്കെ കിട്ടുമല്ലോ. വാൾനട്ട് സാധനങ്ങളൊക്കെ ഫുള്ള് സംഭവങ്ങളുണ്ട് കേട്ടോ. അതേ ഷൂ കാര്യങ്ങൾ, ഷൂവിൻ്റെ റേറ്റൊക്കെ ചോദിക്കാം. ആദ്യം അവിടേക്കൊന്നും എത്തണം കേട്ടോ. വില കുറവുണ്ടോ അവിടെ ഷൂവിനൊക്കെ? നോർമൽ റേറ്റ് ഉണ്ട് അല്ലേ? ഡൽഹിയിലത്തെ പോലെ എത്ര ഉണ്ടാവും? ഡൽഹിയിൽ നമുക്ക് കുറഞ്ഞ റേറ്റ് കിട്ടും. ആ, ഇതൊക്കെ എന്നിട്ട് അത് ഹോം അപ്ലയൻസസ് നോക്കട്ടെ. സൺഡേ മാർക്കറ്റ് എന്ന് പറയണത് അല്ലേ? മലയാളീസ് എന്നാലും വന്ന് എന്തെങ്കിലുമൊക്കെ ടൂർ വരുന്ന ആൾക്കാർ മാത്രം വന്ന് നോക്കുള്ളൂ. കാരണം ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി മാത്രം ഉള്ള സംഭവമാണ്. മനസ്സിലായോ? കാശ്മീരി ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ മെയിനായിട്ട്. നമുക്ക് ട്രിപ്പ് വരുന്ന ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും സരോജിനി മാർക്കറ്റ്, കരോൾ ബാഗ് അവിടുന്നൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ കുറച്ചുകൊണ്ട് സെറ്റാണ്. ഈ വണ്ടി തൃശ്ശൂർ മോട്ടോർ ഷോയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വണ്ടി എന്നെ ഗസ്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്തപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. മെയിൻ ടവർ ലാൽ ചൗക്ക്, ലാൽ ചൗക്കിലത്തെ ടവർ അല്ലേ? ക്ലോക്ക് ടവർ വരുന്നത് കേട്ടോ. ലാൽ ക്ലോക്ക് മെയിൻ ക്ലോക്ക് ടവർ. ഈ ക്ലോക്ക് ടവറിനോട് ചുറ്റി പറ്റിയിട്ടാണോ സൺഡേ മാർക്കറ്റ് ഉണ്ടാവുക? ഈ സൺഡേ മാർക്കറ്റ് ഫുൾ എത്ര കിലോമീറ്റർ ഉണ്ടാവും? 4 കിലോമീറ്റർ എന്തായാലും ഉണ്ടാവും. അങ്ങോട്ടേക്ക് നടക്കാൻ വേണ്ടിയിട്ട് അല്ലേ? ആ സൈഡാണെന്നുണ്ടല്ലോ കൂടുതലും. ആ സൈഡിൽ ഫുള്ള് മാർക്കറ്റ് ഉണ്ട് കേട്ടോ. ഫുള്ള് ഇതുകളാണ്. അതുപോലെ തന്നെ പട്ടാളക്കാർ നിൽക്കുന്നുണ്ട്. ഷൂവിൻ്റെ ഇത് കാണണ്ട. ജസ്റ്റ് ഷൂവിൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. ബൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ബൂട്ട് ടൈപ്പ് സാധനങ്ങൾ നോക്കി ഷൂവിൻ്റെ ഏതായാലും ഒന്ന് എടുത്തിട്ട് വില ചോദിച്ചു നോക്കിയോ കേട്ടോ. വുഡ്ലാൻഡോ കിത്തന 600 600 600 രൂപയ്ക്ക് വുഡ്ലാൻഡിൻ്റെ ഒറിജിനലാണോ? ഇനി അറിയില്ല കേട്ടോ. ഓരോന്നിൻ്റെ വില ചോദിച്ചു പോവാം. ശരി, ബാക്കിലത്തെ ഇതൊക്കെ അടിപൊളിയാ. കിത്തന ഭയ്യ? 600 സെയിം ഒറിജിനലാണ്. പക്ഷെ ഉപയോഗിച്ചതാ. ഇതാണ് ഇവിടെ കിട്ടിയെന്ന് പറഞ്ഞ സാധനം അടിക്കണേ. ഏത്
ഇതാണ് പൈസ അവിടെ കിട്ടും ഇതൊക്കെ തള്ളി മറക്കണത് അല്ലേ? അപ്പൊ ഈ സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സാധനം മേടിച്ചത് എല്ലാവരും ഉപയോഗിക്കണ്ടല്ലോ അല്ലേ? ഒറിജിനൽ സാധനമാണ് കേട്ടോ. 600 രൂപ എൻ്റെ അമ്മോ. ഈ ബൂട്ടൊക്കെ നോക്കിയേ. ഓ പൂരാ 600 ഫുൾ. എല്ലാം 600 കേട്ടോ. ഫുള്ള് 600 600 രൂപ. അടിപൊളി. വേറെ എന്തൊക്കെയാ? എല്ലാം 600 രൂപ. ഇത് ഡക്കേത്തിലാണ്. ഈ സെയിം സാധനം തന്നെ എന്തെങ്കിലും കളിക്കണം കേട്ടോ. പോയി ഇതിന് 600 രൂപയില്ല, ഇതിന് 450 രൂപയുള്ളൂ. ഡക്കേത്തിലുണ്ട്. ഈ സാധനം കേട്ടോ. ഇതിന്റെ കളർ വ്യത്യാസമുള്ളതാണ് ആ സാധനം കിടക്കണേ. പക്ഷെ 600 രൂപയ്ക്ക് സെക്കൻഡ് ഹാൻഡ് സാധനം കിട്ടും കേട്ടോ. 600 രൂപയ്ക്ക് ഒറിജിനൽ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ സാധനം എന്ന് പറഞ്ഞാൽ കാശ്മീരികളൊക്കെ ഉപയോഗിക്കുന്ന ഷോള് സാധനങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ ഒറിജിനലാണ്. അത് ഇവിടുത്തെ ഇവിടുത്തെ മെയിൻ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾ ആ സെക്കൻഡ് ഹാൻഡ് സാധനം മേടിച്ച് യൂസ് ചെയ്യോ? ഷൂസൊക്കെ ആൾക്ക് ഉപയോഗിക്കണവരുണ്ട്. ഉണ്ട്. എന്നാലും ആ റേറ്റിന് ഇതൊക്കെ 600 രൂപയ്ക്ക് സെക്കൻഡ് ഹാൻഡ് ലാഭാ. 600 രൂപയ്ക്ക് ഉപയോഗിച്ചതാണെങ്കിലും സാധനം ലാഭാ. ഞാൻ പുള്ളിക്കോളം നടക്കാം. ഈ സൈഡാണ് ഫുള്ള് സൺഡേ മാർക്കറ്റിന്റെ ഏരിയ വരുന്നത്. ഇവിടെ ഇതാണ് ഫുള്ള് ജാക്കറ്റ് കാര്യങ്ങളല്ലേ. ഓ പക്ഷെ ഇതൊന്നും നമുക്ക് ഒറിജിനൽ നൈക്കി ജസ്റ്റ് ഡു ഇറ്റ് ഇങ്ങനത്തെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മുടെ നാട്ടിൽ ചൂടെടുത്ത് മരിക്കും. അഡിഗാസ് മിന്നൽ മുരളി സാധനങ്ങളാട്ടോ അതൊക്കെ. അടിപൊളി. ഒക്കെ വൈറ്റ് ഷൂകൾ. ഇതും ജാക്കറ്റുകളാട്ടോ. ഫുള്ള് ജാക്കറ്റുകൾ. വേറെ എവിടെയുള്ള 400 രൂപയ്ക്ക് 400 രൂപ. 400 രൂപയ്ക്ക് ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊക്കെ കിട്ടൂട്ടാ സംഭവം എന്ന് പറയണത്. പക്ഷെ ഇതിൻ്റെ മെയിൻ സംഭവം ഇവിടെയാണല്ലേ, ഡൽഹിയിലാണ്. പക്ഷേ അവിടുന്നൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. കാരണം എക്സ്പ്ലോർ ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് പർച്ചേസ് ചെയ്ത് പോന്നാൽ മതി. ഇവിടെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാന്ന്. അതും ശരിയാട്ടാ. തിരിച്ചു പോകുമ്പോൾ സെയിം ഒരു 500-600 അതൊക്കെ സെക്കൻഡ് ഉപയോഗിച്ച സാധനങ്ങളുണ്ടാ കഴുകി വൃത്തിയാക്കിയിട്ട്. ഇത് നല്ല ശരിയാട്ടാ. നോക്കിയേ 150 രൂപ. 150 രൂപ. 150 രൂപ എൻ്റെ പിന്നെ ഇത്ര വില പറഞ്ഞാൽ ആദ്യമായിട്ട് കണ്ടോ. നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ ഉപയോഗിക്കാൻ കുഴപ്പമില്ലെങ്കിൽ അല്ലേ, സെക്കൻഡ് ഹാൻഡ് ഉപയോഗിക്കാൻ കുഴപ്പമില്ലെങ്കിൽ വാങ്ങാം അവിടെ നിന്ന്. അത്രേ ഉള്ളൂ. ശരി. കൂടുതലും കാശ്മീരികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയത് ഇങ്ങനത്തെ സാധനങ്ങൾ, ജാക്കറ്റ് സാധനങ്ങൾ. നമുക്ക് നാട്ടിൽ ഉപയോഗം വരുന്നത് പാൻറ്റും ഷർട്ടും മാത്രമേ ഉള്ളൂ. പിന്നെ ഷൂ, അത് മാത്രം നമുക്കിവിടെ ജീൻസൊക്കെ ഉണ്ട് കേട്ടോ സാധനങ്ങൾ വരണത്. എത്ര രൂപ? എത്ര? 700. ഇതെല്ലാം 700 രൂപയാണ് കേട്ടോ. എല്ലാം 700 രൂപ. ഒക്കെ ഫാഷൻ കാഷ്വൽ എല്ലാം 700 രൂപയാണ് കേട്ടോ. ഫുള്ള് 700 രൂപ എല്ലാം സെറ്റപ്പാണ്. ഇത് നോക്കിയേ, എയർ ലുക്ക് ഉണ്ട് കേട്ടോ. 700 രൂപയ്ക്ക് ഭംഗിയുണ്ട്. 700 രൂപ. വേറൊരു കടയിൽ വന്നതാണ് കേട്ടോ. ഇപ്പുറത്ത് വേറെ കടയല്ലേ ഇത്? ഇവിടെ 700 രൂപയാ. എത്രയാണ് ചോദിച്ചിരിക്കുന്നത്? 700. സെയിം 700 രൂപയ്ക്ക് ഇതൊക്കെ ലാഭമല്ലേ? കുഴപ്പമില്ലല്ലോ. നെയ്ക്കഡ് ബോൾ 700 രൂപയ്ക്ക് കേട്ടോ. നൈക്ക് കൊള്ളാലോ. ഇപ്പം സാധനിക്കാൻ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കളറ്. നല്ല കളർ കേട്ടോ. അല്ല നല്ല കളറല്ലേ? നൈക്കല്ല, ഒറിജിനൽ സാധനമല്ല, പുത്തനാ, ഫ്രഷ് സാധനാ. ഇവിടെ പെരുന്നാൾക്കൊക്കെ വേണ്ടിയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കുറേ പേര് വരും അല്ലേ? അതിൻ്റെ തിരക്കാണ്. സൺഡേ മാർക്കറ്റ് ഫുള്ള്
ഇതൊക്കെ നൈക്കിൻ്റെ ഇതൊക്കെ ഉപയോഗിച്ചതല്ല കേട്ടോ, ഇതൊക്കെ ഒറിജിനൽ സാധനമാണ്. പക്ഷേ നേരത്തെ ആ പ്യൂമയുടെ കണ്ടത് ഉപയോഗിച്ചതാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ആസ്തെറ്റിക്സ് ആണെന്നൊക്കെ പറയും. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, ഇത് നന്നായിട്ടുണ്ട് ഗൈസ്. 500 രൂപയുടെ ജാക്കറ്റ് കേട്ടോ. മൂന്നാറൊക്കെ പോകുമ്പോൾ വേണമെങ്കിൽ ഇടാം. മൂന്നാറും ഇതൊക്കെ പോകുമ്പോൾ കേട്ടോ 500 രൂപയ്ക്ക്. 500 രൂപയ്ക്ക് നൈക്കിയുടെ ജാക്കറ്റ്, ജസ്റ്റ് ഡു ഇറ്റ്. നൈക്കിയുടെ ജാക്കറ്റ് കേട്ടോ. എൻ്റെ മോനെ ഫുള്ള് ജാക്കറ്റ് 500 രൂപയ്ക്ക്. ജാക്കറ്റുകൾ 500 രൂപ. 500 രൂപ നോക്കി. എനിക്ക് ബ്ലാക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഹുഡി ടൈപ്പ് ഉണ്ടാ. പക്ഷെ ഇതൊന്നും വാങ്ങിയിട്ട് എന്താ കാര്യം എന്നാണ് അനിയനെ വിളിച്ച് ചോദിക്കണം കേട്ടോ. ഗൈസ് ഞങ്ങളിവിടെ സൺഡേ മാർക്കറ്റിൽ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ വാൾനട്ട് അതുപോലെ തന്നെ ബെറി കാര്യങ്ങൾ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ എത്ര രൂപ? ഇത് ബ്ലാക്ക്ബെറി അല്ലേ ഭയ്യ? ഓ കോൺസാ ബെറി? ബ്ലൂബെറി. ബ്ലൂബെറി ആണ് കേട്ടോ. ബ്ലൂബെറി ആണ് ഇവിടെ ഉള്ളത്. ബ്ലൂബെറിക്കൊക്കെ നല്ല വില കുറവുണ്ട് കേട്ടോ. പൊളിച്ച്. ഓ ബ്ലാക്ക്ബെറി. ഇത് ബ്ലാക്ക്ബെറി കേട്ടോ. ബ്ലൂബെറി, ബ്ലാക്ക്ബെറി ഒക്കെ 500 രൂപയ്ക്ക് താഴെയുള്ള. ഓ കിത്തന 300. ഒക്കെ 500 രൂപയ്ക്ക് താഴെയുള്ള കേട്ടോ. എല്ലാ ബെറികളും അടിപൊളി ഇതുണ്ട്. ഞാൻ ദേ ബെറികൾ, അതുപോലെ തന്നെ കാവയുടെ പൊടി, വാൾനട്ട് സാധനങ്ങൾ ഒരു 10,000 രൂപയ്ക്കുള്ള സാധനങ്ങൾ നൈസായിട്ട് അമുക്കിയിട്ടുണ്ട്. അല്ല അമുക്കിയെന്ന് വെച്ചാൽ അങ്ങനെയല്ല കേട്ടോ. അമുക്കിയെന്ന് വെച്ചാൽ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സുഹൃത്തുണ്ടായിരുന്നു, ആൾക്ക് ക്യാമറയിൽ ഒരു അത്ര വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ക്യാമറയിലേക്ക് കാട്ടാത്തത് കേട്ടോ. അവരുടെ പ്രൈവസീനെ നമ്മൾ മാനിക്കണമല്ലോ. അപ്പോൾ സാധനം ഫുള്ള് വാങ്ങിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. സൺഡേ മാർക്കറ്റിൻ്റെ തൊട്ടപ്പുറത്ത് കേട്ടോ. നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇനി മക്ക മാർക്കറ്റ്, ഈ ഹോണടി കാരണമാണ് നമ്മുടെ ഉദയ്പൂരുള്ള ക്രിസ് നാട്ടിലെത്തിയിട്ടാ. ഇംഗ്ലണ്ടിലെത്തിയപ്പോൾ ക്രിസ് പറഞ്ഞത് ഹോണടിയിൽ അതന്നെ വലിയ സമാധാനം എന്നാണ് പറഞ്ഞിട്ട്. ഞാൻ ഇത്ര നാൾ നാട്ടിൽ നിന്ന് മാറി നിന്നിട്ട് എങ്ങനെയുണ്ട്, ഇംഗ്ലണ്ടിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടാ. സോ അപ്പുറത്ത് പൂര തിരക്കാണ് കേട്ടോ. ഇതെന്തൊരു സംഭവം? സൺഡേ മാർക്കറ്റിൻ്റെ വേറെ ഇതല്ലേ? ഓ ഇത് ഡ്രസ്സിൻ്റെ മാർക്കറ്റാണ് തോന്നുന്നു കേട്ടോ. ഡ്രസ്സുകളുടെ മാർക്കറ്റ് ഗൈസ്. ഇത് സൺഡേ മാർക്കറ്റിൻ്റെ വേറൊരു വശം കേട്ടോ. പക്ഷേ ഇവിടെ ചെറിയൊരു ഇതും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. നോക്കി സൺഡേ മാർക്കറ്റിൻ്റെ ഇവിടെ ഫുള്ള് ലേഡീസിൻ്റെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഓ ഇത് കുറേ ഉണ്ടല്ലോ. അങ്ങോട്ട് നടക്കാൻ കുറേ ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ല ഇതിൻ്റെയൊക്കെ വിലയൊക്കെ എങ്ങനെയാണ് വരണത്? ബാർഗനിങ് വലിയ ഉണ്ടാവില്ലേ? ഷോപ്പായിട്ട് ഇടുമ്പോൾ അങ്ങനെയാണ് പ്രശ്നം. റോഡിലിട്ട് വെക്കണ പോലെ ആയിരിക്കില്ല കേട്ടോ. നല്ല മെറ്റീരിയലാണുള്ളത്. നല്ല മെറ്റീരിയലാ. ഇവിടെ ഉണ്ടോ ചെരുപ്പ്? ഇവിടെ ഉണ്ടല്ലോ. ഇതേ ബൂട്ടൊക്കെ ഉണ്ടല്ലോ. ബൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെരുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഫുള്ള് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പുറത്തും ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വഴി തെറ്റു കേട്ടോ. ഫുള്ള് വഴി തെറ്റല്ലോ. ഡ്രസ്സ് കൊള്ളാലോ. ഇങ്ങനത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കിത്തന ഭയ്യ റേറ്റ്? 650. 650 റുപ്പീസ്. പൂര തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുന്നാളിൻ്റെ തിരക്ക് കേട്ടോ. പെരുന്നാളിൻ്റെ തിരക്ക് ഭയങ്കരമാണ് ഗൈസ്, അതിഭയങ്കരം. ഗൈസ് ഇവിടുത്തെ ഡ്രസ്സുകൾ കണ്ട നമുക്ക് ഉപയോഗിക്കാൻ, ഇത് ഉപയോഗിച്ചാലേ ഇതൊക്കെ ഉപയോഗിച്ചാട്ടാ. പക്ഷെ നമുക്കിത് വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് ലെയർ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ കാശ്മീരികൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള സാധനങ്ങളാണ്. ഇതൊന്നും നമുക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലേ ലെയറില്ലേ, കട്ടിയില്ലേ ലെയറുകളുണ്ട് ഇതിന്. കണ്ട ഇതിനൊക്കെ ലെയർ ഉണ്ട് കേട്ടോ. കണ്ട ഇതൊക്കെ തൊട്ട് നോക്കി കുറവാണ്. ഇത് കണ്ട ലെയർ ഉണ്ട്. എൻ്റെ മുമ്പ് നല്ല കനുണ്ട് കേട്ടോ. ഇതൊന്നും വാങ്ങാൻ പറ്റില്ല. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞോണം നമുക്ക് വാങ്ങാൻ പറ്റില്ല കേട്ടോ. കാരണം അത് കട്ടി കൂടുതലാണ്. നമ്മുടെ നാട്ടിലത് ഉപയോഗിക്കാൻ കുറച്ച് പാടായിരിക്കും. ഉണ്ട് കേട്ടോ, ഉപയോഗിക്കാൻ പറ്റണതുണ്ട്. 250 രൂപ. ഇത് പ്യൂമയുടെ ചെരുപ്പ് തന്നെയാണ്. ഫുള്ള് പ്യൂമയുടെ കളിയാണ്. ഇതെന്ത് സാധനമാണ്? ഇത് നൂൽ പൊറോട്ടയാണോ? നമ്മുടെ നാട്ടിലത്തെ നൂൽ പൊറോട്ടയൊക്കെ പോലത്തെ സാധനം കേട്ടോ ഈ സാധനം. ഇത് വറക്കില്ലേ? ഇത് വറുത്തിട്ടാണ് കേട്ടോ ചെയ്യുക. അത് വറുത്ത് വെച്ചിരിക്കണം. എന്തെന്നാ പറയാന്നറിയാം അതിനെ പേര് ഓർമ്മ വരുന്നില്ല. നമ്മുടെ നാട്ടിൽ നൂൽ പൊറോട്ടയൊക്കെ പോലത്തെ സാധനം. നൂലപ്പം പോലെ, ഇടിയപ്പം നൂലപ്പം എന്ന് പറയട്ടെ. സെൻട്രൽ മാർക്കറ്റ് ഇവിടെ നിന്നിട്ടുള്ള സെൻട്രൽ മാർക്കറ്റിൽ സെയിം തന്നെ.
സെൻട്രൽ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ. ഇവിടെ കുറേ പെയിൻറ്റിങ് ഒക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ. നൈസ്, ഫുള്ള് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല വിലയുണ്ടാവും അതിന്. ഇപ്പുറത്ത് വീണ്ടും ഷൂവും അഡിഡാസും ചെരുപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ. എൻ്റെ ഒരു ചെരുപ്പ് പോയത് 500 രൂപയുടെ, നോക്കട്ടെ ഗൈസ്. അനിയനെ വിളിച്ചിട്ട് കിട്ടണില്ല കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ബൂട്ടാരോ നോക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇത് നോക്കി അഡിഡാസിൻ്റെ ചെരുപ്പാണ് കേട്ടോ. ബ്രാൻഡഡ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി. അബിബാസ് എന്നല്ലല്ലോ, അഡിഡാസ് തന്നെയല്ലേ വായിക്കുക. മെയ്ഡ് ഇൻ ചൈന, മെയ്ഡ് ഇൻ ഇന്ത്യ. അഡിഡാസിൻ്റെ കൊള്ളാട്ടോ, നല്ല ക്വാളിറ്റി സാധനം, നല്ല കളറുകളും ഉണ്ട് കേട്ടോ. ഞാൻ ഇത് ഒരെണ്ണം എടുത്താലോ എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷെ എൻ്റെ ചെരുപ്പുകൾക്ക്, എൻ്റെ കാലിന് ചെരുപ്പ് പാകില്ല കേട്ടോ. എല്ലാ ചെരുപ്പും പോവും. അതുകൊണ്ട് ബ്ലാക്ക് വേണോ റെഡ് വേണോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇത് ഫുള്ള് 700 രൂപ പറഞ്ഞ കേട്ടോ. ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 500 രൂപയ്ക്ക് കിട്ടും. ഇവിടെ ഫുള്ള് ഇതുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ 600 രൂപയ്ക്ക് ചെരുപ്പ് വാങ്ങിയിട്ട് അഡിഡാസിൻ്റെ, നേരത്തെ കാട്ടിയെന്നില്ലേ 600 രൂപയ്ക്ക് അഡിഡാസിൻ്റെ ഒറിജിനൽ സാധനം. ഞാൻ സ്കാൻ ചെയ്ത് നോക്കി, സ്കാൻ ചെയ്തപ്പോൾ അതിൻ്റെ വെബ്സൈറ്റിലുണ്ട് കേട്ടോ 600 രൂപയ്ക്ക് അഡിഡാസ്. മോനെ പൊളിച്ചിട്ട് 600 രൂപയ്ക്ക് സാധനം കിട്ടി. ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ലാസ്റ്റത്ത് ഇതായതുകൊണ്ട് വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഇറങ്ങിയതാ. തൊപ്പി ഉണ്ടല്ലോ, കുറേ തൊപ്പികളുണ്ട് കേട്ടോ. ഭയ്യ ക്യാപ് കിത്തന? 100 രൂപ ക്യാപ്പ്. 100 രൂപയുള്ളൂ കേട്ടോ. അടുത്തത് എൻ്റെ ലക്ഷ്യം നല്ല നല്ല ഹുഡികളാണ് കേട്ടോ. ഹുഡി നല്ലത് വല്ലതും കിട്ടുമോ നോക്കി നോക്കണം. പക്ഷേ ജാക്കറ്റ് പോലത്തെ ഹുഡികളാണുള്ളത് കേട്ടോ. അവിടെ നിന്നിട്ടാ നൗഫൽ ഭായ് വരുന്നുണ്ട്. അവിടെ എന്തോ തിരക്കുണ്ട്, നോക്കട്ടെ. പാൻറ്റുകളാണോ? ഐസ്ക്രീം വണ്ടിയിലാണോ? അവിടെ എന്തോ നല്ല തിരക്കുണ്ട് കേട്ടോ. ഇത് പുള്ളി അഡിഡാസിന്റെ ഡീലർഷിപ്പാണല്ലോ. എത്ര രൂപയാണോ അതിന്? നോക്കിയാൽ ഫുള്ള് അഡിഡാസിന്റെ സാധനം കേട്ടോ. സ്പോർട്സ് അഡിഡാസ് തന്നെ. ഇതാണ് സാധനം. ഞാൻ വിചാരിച്ചു നിറച്ച ആൾക്കാരുണ്ട് ഇവിടെ. എനിക്ക് ഗൈസ് ഞങ്ങളിവിടെ വില പേശിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഓട്ടോറിക്ഷ വരുന്നത്. ഇവിടുത്തെ ഓട്ടോറിക്ഷ ഉണ്ടോ? നമ്മുടെ നാട്ടിലത്തെ എല്ലായിടത്തും കേട്ടോ, വലിയ വലിയ ടൗണിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ ആ ഓട്ടോറിക്ഷയിൽ കയറിയിട്ടാ 15 കിലോമീറ്റർ ഉണ്ടല്ലോ ഇവിടെ നിന്ന്. 15 കിലോമീറ്റർ ഉണ്ട് അടുത്ത ലൊക്കേഷനിലേക്ക്. എങ്ങോട്ടാണ് പോകണം നമ്മൾ? അസ്രത് ബാൽ മസ്ജിദ്, ദർഗ, പിന്നെ മറ്റേ സ്ഥലം എവിടെയാണ്? വാൾനട്ട് ഫഡ്ജ് വാങ്ങാൻ വേണ്ടിയിട്ടാ. അപ്പോൾ ഓട്ടോറിക്ഷയിൽ കയറി പോവാണ്. സ്പ്രിങ് വണ്ടിയില്ല, അതുപോലെ ആ സാധനം കംഫർട്ടാട്ടാ. ഇവിടുത്തെ ഓട്ടോറിക്ഷകൾ ഇങ്ങനെയാണ്, നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല ഗൈസ്. പഴയ ഓട്ടയാണ്, പഴയ ഓട്ടോറിക്ഷ ചേട്ടാ. ഞങ്ങൾ പെട്രോൾ അടിക്കാൻ കയറിയതാണ്. ഈ 1 ലിറ്റർ പെട്രോൾ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 7 കിലോമീറ്റർ പോകുള്ളൂ കേട്ടോ. നോക്കി പെട്രോൾ അടിക്കുന്നത് നോക്കി. അവിടെയാണ് കേട്ടോ പെട്രോൾ അടിക്കുക. പെട്രോൾ ടാങ്ക് എവിടെയാ? പെട്രോൾ ടാങ്ക് എവിടെയാണ് കേട്ടോ? കാശ്മീരി ഓട്ടോ 8 കിലോമീറ്റർ ആണ് ബഡ്ജറ്റ് വരുന്നത്. എനിക്ക് പെട്രോൾ അടിക്കണമെന്നാലും കൊള്ളാട്ടാ. ഭയങ്കര പഴയൊരു ഓട്ടോ അല്ലേ? ഭയങ്കര പഴയൊരു ഓട്ടോ. ജീവിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയിരിക്കുന്നതാ. 200 രൂപ കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നി 15 കിലോമീറ്റർ ഓടാൻ വേണ്ടിട്ടാ. അപ്പൊ ആൾക്കില്ല 50 രൂപ. 15 കിട്ടണം. തള്ളിയതായിരിക്കും ചിലപ്പോ 8 കിലോമീറ്റർ എന്നൊക്കെ. 1 കിലോമീറ്റർ 1 ലിറ്ററിൽ 8 പറഞ്ഞാൽ അറിയില്ലട്ടാ. എന്നാലും ഈ വണ്ടിയിലാണ് കേട്ടോ നമ്മൾ വന്നത്. വണ്ടി നോക്ക്, വണ്ടി കിട്ടില്ല കേട്ടാ, കുഴപ്പമില്ല, അടിപൊളിയുണ്ട്. ഇതാണ് മൂൺലൈറ്റ്. 1200 രൂപ മൂൺലൈറ്റ് ഫഡ്ജ്. ഇതാണ് ഇവിടുത്തെ ഫേമസ് സാധനം അല്ലേ? നമ്മളിവിടുന്ന് അവിടെ നിന്നാണോ വാങ്ങാൻ പോണേ? അപ്പുറത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഏതാ വരണേ? സെയിം തന്നെ 1000 രൂപ കിട്ടും അല്ലേ? എല്ലാവരും ഇപ്പോൾ ഇവിടെ നിന്ന് വാങ്ങണേ. ഓക്കെ.
അവരും അത് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്നൊക്കെ പറഞ്ഞു ഈ കടയിലുണ്ട്, എല്ലാ കടയിലും സാധനം കിട്ടും. നമ്മുടെ മന്തിക്കട പോലെ തന്നെ കേട്ടെ, മന്തി എല്ലായിടത്തും കിട്ടും. പക്ഷെ ഫേമസ് മന്തി ഓരോ സ്ഥലത്ത് അങ്ങനത്തെ ഓരോ വ്യത്യാസം, ടേസ്റ്റ് ഓരോ കുറച്ച് ലൂസാണ്, ടൈറ്റ് ആണ്. അത്ര പൈസ കാരണം ഒരു 2 കിലോ ഓടിക്കുന്ന ആൾക്കാർക്കൊക്കെ പ്രശ്നമില്ല. അതെ 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 അതെ. ഇത് നമ്മൾ കട, ഇതാണ് കട മുഗൾ ദർബാർ. ഇവിടെ നിന്നാണ് നമ്മൾ ഫഡ്ജ് വാങ്ങാൻ പോണേ അല്ലേ ഗൈസ്. നമ്മൾ പോയ സ്ഥലത്തുണ്ടായിരുന്നില്ല, നമ്മൾ തിരിച്ച് ഇവിടെ മൂൺലൈറ്റിൽ വന്നു കേട്ടോ. മൂൺലൈറ്റ് ഫഡ്ജ് അല്ലേ, വാൾനട്ട് ഫഡ്ജ് കേട്ടോ. ഇതാണ് സംഭവം വരുന്നത്, വാൾനട്ട് ഫഡ്ജ് കേട്ടോ. സോ നമുക്ക് പയ്യുള്ളിൽ കയറിയിട്ട് എന്താ സംഭവം നോക്കി നോക്കാം കേട്ടോ. ഇതാണ് വാൾനട്ട് ഫഡ്ജ്. കിലോ 1250 രൂപ 1 കിലോ. ആ മലയാളം കുറച്ച് അറിയാം. ഓക്കെ, ഇത് ഓരോ ബോക്സ് ആണ് കേട്ടോ, 2500 രൂപ പെർ ബോക്സ്. 2 കിലോ 3 കിലോ 4 കിലോ. പക്ഷെ ഇത് ട്രെയിനിൽ കൊണ്ടുപോകുമ്പോൾ അമുങ്ങാവോ? കുഴപ്പമുണ്ടാവില്ല അല്ലേ? ടേസ്റ്റ് ചെയ്ത് നോക്കിയേക്കാം. ആ ടേസ്റ്റ് ചെയ്യാണല്ലേ? ഒരു പീസ് തായോ, കഴിച്ചു നോക്കട്ടെ. ഈ സാധനം ഒന്ന് കഴിച്ചു നോക്കിയോട്ടെ കേട്ടാ. വാൾനട്ട് ഫഡ്ജ് പറഞ്ഞ പിടിച്ചോ. അയ്യോ സോറി 5 लाख യൂട്യൂബ് മേ. ഇതാണ് നമ്മുടെ വാൾനട്ട് ഫഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള ദുക്കാൻ ഷോപ്പ്. മൂൺലൈറ്റ് വാൾനട്ട് ഫഡ്ജ് ഷോപ്പിലത്തെ സാധനം. എന്താ മോണ കൊള്ളാട്ടോ. ഓ ഇത് പറഞ്ഞത് ശരിയാട്ടോ, ഇത് കൊള്ളാം. ഇത് അടിപൊളിയുണ്ട് വാൾനട്ട് ഫഡ്ജ്. ഇത് അഡിക്റ്റ് ആവട്ടോ. നമ്മള് വാൾനട്ട് ഫഡ്ജും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. വാൾനട്ട് ഫഡ്ജും വാങ്ങി നമുക്ക് പയ്യെ ഇവിടെ നിന്ന് വിടാം. അടുത്ത ഞങ്ങളുടെ പോണേ പള്ളിയിൽ പോവാ അല്ലേ. അതാണ് മസ്ജിദ് വരുന്നത്. ഇവിടെ പ്രൈവറ്റ് ബസ് എന്നൊക്കെ പറയും ഇതിന്, ഇവിടുത്തെ പ്രൈവറ്റ് ബസ് എന്നൊക്കെ പറയാം കേട്ടോ. നോക്കിയേ, ഇതാണ് ടാറ്റയുടെ പ്രൈവറ്റ് ബസ് കേട്ടോ. അടിപൊളി പ്രൈവറ്റ് ബസ്. വാങ്ങിക്കൊള്ളി കയറാം. പ്രൈവറ്റ് ബസ്സിന്റെ ഉള്ളില് നമ്മുടെ ഇടി വണ്ടിയൊക്കെ പോലെ അല്ലേ, പോലീസുകാരുടെ ഇടി വണ്ടിയൊക്കെ പോലെ. പോലീസുകാരുടെ ഇടി വണ്ടിയൊക്കെ പോലെ. ഇവിടെ സൈഡില് ഇതൊക്കെ ഉണ്ട്. ഡ്രൈവറിന്റെ സീറ്റ്, നോ റൂൾ. എന്തിട്ടത് കൊള്ളാട്ടാ. പ്രൈവറ്റ് ബസ്സിൽ കയറി. താങ്ക് യു. ഗേള് ബോയ് ബാക്കിലും ഫ്രണ്ടിലും. ഗൈസ് അങ്ങനെ നമ്മൾ ദർഗയുടെ അവിടേക്ക് എത്തിയിട്ടാ. ദർഗയിലെത്തി. വീഡിയോ ഫോട്ടോഗ്രാഫി ഇല്ലയെന്ന് പറയുന്നുണ്ട്, എന്നാലും ചുമ്മാ നമുക്ക് എടുത്തു നോക്കിയാലോ. ഇതല്ലേ ദർഗ? നൈസ്, നല്ല വ്യൂ ഉണ്ടല്ലോ ഇവിടുന്ന്. ഉള്ളി കയറിയിട്ട് കിടക്കാം. നമ്മള് ആ ദർഗയുടെ അടുത്ത് വന്നപ്പോ ഫുള്ള് ഇതെന്താ, ഇത് ഹൽവയാണോ? ഹൽവയാണ്. നമ്മുടെ ഗുജറാത്തില് ഒരു സാധനം ഉണ്ട് ഇതുപോലത്തെ ഒരു സാധനം. ഇതെന്താ, ഇത് റൊട്ടിയോ? ഇത് റൊട്ടി. ഇത് ടേസ്റ്റ് ഉള്ളതാണോ എന്താണ്? റൊട്ടി നമ്മൾ മറ്റേത് വാങ്ങണല്ലേ, സെപ്പറേറ്റാ? ഹലുവയിൽ മുക്കി തിന്നണോ അത്? എനിക്ക് ട്രൈ ചെയ്യാം. 50 രൂപയ്ക്ക് പകുതി കിട്ടും. അത് പകുതി എനിക്ക് പറയും. ഞങ്ങളിത് 50 രൂപയ്ക്ക് പറഞ്ഞു കേട്ടോ. 50 രൂപയ്ക്ക് ഇതിൻ്റെ ഫുഡ്, ഹലുവയും ഈ സാധനവും അതെല്ലാം കൂടിയിട്ട് 50 രൂപയ്ക്ക് പാക്ക് ചെയ്തിട്ട് തരുവര്. വേണ്ട, നോമ്പ് വീട്ടിട്ട് മതി. നോമ്പ് വീട്ടിട്ട് കഴിക്കാം. കൊള്ളാം. നമ്മൾ നേരത്തെ കണ്ടില്ലേ, നേരത്തെ കണ്ടതിൻ്റെ ഈ സാധനം കേട്ടാ അവരുണ്ടാക്കണത്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ടത്. അത് ഇവർ ഉണ്ടാക്കണത് ഇങ്ങനെയാണ് കേട്ടാ. അതാണ് ആ ചട്ടി വരണത്. ആദ്യം കണ്ട അതിൻ്റെ അവിടെ അത് പരത്തിയിട്ട് ഈ സാധനം ഉണ്ടാക്കും കേട്ടാ. ഓ ഓനെ ആ പൊളിച്ച്.
അങ്ങനെ ഫൈനലി നമ്മുടെ കറക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രി നമ്മളെത്തി. നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ ഈ സാധനം കേട്ടോ, ഇതാണ് ഹീറ്റർ എന്ന് പറയണത്. നമ്മുടെ നാട്ടിലൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമേ ഇല്ലാത്തൊരു സാധനമാണ് കേട്ടോ. ഇതിൻ്റെ അടിയിൽ വന്നിരിക്കലാണ് പരിപാടി കേട്ടോ. ഇവിടെ ചാർജ് ചെയ്യുക കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ഉള്ളിൽ കാലുമേ നല്ല ചൂട് കിട്ടും കേട്ടോ, നല്ല ചൂട് കിട്ടും. ഇതൊരു ഹീറ്ററാണ് കേട്ടോ. സോ ഇത് സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ വാങ്ങിയ സാധനങ്ങളൊക്കെ ബാഗിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ബാഗിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ഒറ്റ ബാഗ് മാത്രം നമുക്ക് കൊണ്ടുപോകാനുള്ളൂ കേട്ടോ. ഈ ഒറ്റ ബാഗൊക്കെ നമ്മൾ നല്ല കനാണ് കേട്ടോ. അതെങ്ങനെയാണ് നാളെ എൻ്റെ അമ്മേ നാളെ കൊണ്ടുപോകാൻ ഞാൻ ആലോചിക്കണേ. എന്തായാലും നോക്കി നോക്കാം. സ്റ്റേ ട്യൂൺ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ 6 മണിക്ക് കാണാം. ടിൽ ദെൻ ബൈ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫോൺ അടിക്കുന്നുണ്ട്. സോ നാളെ 6 മണിക്കാണ് ഗൈസ്. ടിൽ ദെൻ ബൈ.